ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐസ്റ്റുഡിയോ ഉണ്ട്. ഞാൻ രാജീവ്. നമുക്ക് വീണ്ടും ഒരു ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഇന്നത്തെ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലെൻഡിഫ് ആണ് നോക്കിയത്. അത് ബ്ലെൻഡിഫ് അണ്ടർലൈൻ ലെയറിൽ എങ്ങനെ ബ്ലെൻഡിഫ് യൂസ് ചെയ്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് നോക്കിയത്. നമുക്ക് അണ്ടർലൈൻ ലെയറിൽ പല രീതിയിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. അത് നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ദിസ് ലെയർ, അണ്ടർലൈൻ ലെയർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അണ്ടർലൈൻ ലെയർ നോക്കി. ഇതിൽ നോക്കുന്നത് നമ്മൾ ദിസ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്, ബ്ലെൻഡിഫ് ഇൻ ദിസ് ലെയർ. അതുപോലെ തന്നെ നമ്മൾ ഗ്രേ ആണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്ലെൻഡിഫ് യൂസ് ചെയ്തെങ്ങനെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് സ്കൈ റീപ്ലേസ്മെൻറ്റ് നടത്താം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, നമ്മൾ ബ്ലെൻഡിഫ്, നമുക്കിവിടെ ഒരു കളർ വീലുണ്ട്. അതുപോലെ തന്നെ ബ്ലെൻഡിഫ് ഗ്രേയിലാണ് കിടക്കുന്നത്. ബ്ലെൻഡിഫ് ഗ്രേ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ലിമിനോസിറ്റിയാണ് ചേഞ്ച് ആകുന്നത് നമ്മൾ പറഞ്ഞു. നമുക്കപ്പോൾ ദിസ് ലെയർ അല്ലെങ്കിൽ അണ്ടർലൈൻ ലെയർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുണ്ട്. പക്ഷേ നമ്മുടെ രണ്ട് ലെയറും സെയിം ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലുമിനോസിറ്റി, അതായത് വൈറ്റ്സ് കൂടുതലുള്ള ദിസ് ലെയറിൽ നിന്ന് വൈറ്റ്സ് കൂടുതലുള്ള ഭാഗങ്ങൾ മാറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. മെയിൻ റീസൺ നമ്മുടെ അടിയിൽ കിടക്കുന്നത് സെയിം ലെയറാണ്. അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഭാഗത്ത്, അതായത് ഈ ലെയറിൽ ഏതെങ്കിലും ഇൻവിസിബിൾ ആയാലും അടിയിലത്തെ ലെയർ സെയിം ആയതുകൊണ്ട് നമുക്ക് ആ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ബോട്ടം ലെയറിന് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ രണ്ട് ലെയറിനും നടുക്ക് ഒരു സോളിഡ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടാം. ഒരു ബ്ലാക്ക് കളർ ഞാൻ അതിൻ്റെ അടിയിലിടുന്നു. നമുക്കപ്പം വീണ്ടും ഈ മുകളിലത്തെ ലെയറിൽ ഗ്രേ എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടുകൊണ്ട് നമുക്ക് സ്ലൈഡർ ഒന്ന് മാറ്റി നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഹൈലൈറ്റ്സ് കൂടുതലുള്ള പോർഷനിൽ നിന്ന് സെയിം ലെയർ നമ്മൾ മായ്ച്ച് കളയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആക്കി കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടിയിലത്തെ ലെയറിൽ എന്താണെന്ന് നമ്മൾ ദിസ് ലെയർ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നോക്കുന്നില്ല. നമ്മൾ ഈ ലെയർ മാത്രമേ നോക്കുന്നുള്ളൂ. നമുക്ക് അടിയിലത്തെ ലെയറിൽ ബ്ലാക്ക് ആണ്, പക്ഷേ അടിയിലത്തെ ലെയറിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടല്ല നമ്മൾ ദിസ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രേ മാറ്റിയിട്ട് ജസ്റ്റ് റെഡ് ഒന്ന് നോക്കാം. റെഡിൻ്റെ ഇവിടെ നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ലുമിനോസിറ്റി അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഹൈലൈറ്റ്സ്, ഷാഡോസ് അല്ലെങ്കിൽ മിഡ് ടോൺസ് ഇതിനകത്ത് അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതിനകത്ത് ബേസിക്കലി സംഭവിക്കുന്നത് നമ്മുടെ ഈ സ്ലൈഡർ, റൈറ്റ് സൈഡിലെ സ്ലൈഡർ ലെഫ്റ്റിലേക്ക് നീക്കുമ്പോൾ നമ്മുടെ ചിത്രത്തിലെ റെഡ് കളറുകൾ, അതായത് സെയിം ലെയറിലെ റെഡ് കളറിൻ്റെ ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. മീൻസ് ഏറ്റവും കുറഞ്ഞ റെഡ് മുതൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള റെഡ് വരെ ചിത്രത്തിൽ നിന്ന് നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ലെയറിൽ നിന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. സെയിം ലെയറിൽ നിന്ന്, അണ്ടർലൈൻ ലെയർ നമ്മൾ നോക്കുന്നില്ല ഇവിടെ, സെയിം ലെയറിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ റെഡ് ഒന്ന് മാറ്റി നോക്കിയാൽ നമുക്ക് കാണാം റെഡ് കളർ നമ്മുടെ ചിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെ റെഡ് ഉണ്ടോ അതെല്ലാം മായ്ക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിലെ സ്ലൈഡർ നീക്കിയാൽ റെഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സ്, അതായത് നമുക്കറിയാം RGBക്ക് ഓപ്പോസിറ്റാണ് CMYK. അപ്പോൾ റെഡിൻ്റെ ഓപ്പോസിറ്റ് സിയാൻ ആണ്. അപ്പോൾ സിയാൻ ഉള്ള ഭാഗങ്ങൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ സ്ലൈഡർ റൈറ്റ് സൈഡിലേക്ക് നീക്കുമ്പോൾ സിയാൻ നീക്കപ്പെടും. ഓക്കെ, നമുക്ക് ഗ്രീനിലേക്ക് പോകാം. ഗ്രീൻ ടാബിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീക്കിയാൽ ഗ്രീൻ ചിത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും, ലെയറിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് സ്ലൈഡർ നീക്കിയാൽ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ്, അതായത് മജന്ത ചിത്രത്തിൽ നിന്ന് നീക്കപ്പെടും. അപ്പോൾ ബ്ലൂവിനും സിമിലറാണ്. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം യെല്ലോയാണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ സ്ലൈഡർ ലെഫ്റ്റിലേക്ക് നീക്കിയാൽ ബ്ലൂ നീക്കം ചെയ്യപ്പെടും. ലെഫ്റ്റ് സൈഡിലെ സ്ലൈഡർ നീക്കിയാൽ യെല്ലോ ഉള്ള ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെടും. ഓക്കെ, നമ്മൾ അണ്ടർലൈൻ ലെയറിലല്ല ഇത് ചെയ്യുന്നത്, സെയിം ലെയറിലാണ്. നമുക്ക് സെയിം കാര്യങ്ങൾ, അതായത് RGB വെച്ചിട്ട് അണ്ടർലൈൻ ലെയറിൽ നമുക്ക് ചെയ്യാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി. ഇനി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സെയിം ലെയറിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ചിത്രത്തിൽ നിന്ന് എങ്ങനെ സ്കൈ റീപ്ലേസ് ചെയ്യാം എന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, 5 മിനിറ്റ് കാര്യമാണ് ബ്ലെൻഡിഫ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് ഡെസ്ക്ടോപ്പിൽ. അതുപോലെ തന്നെ നമ്മൾ ബ്ലെൻഡിഫ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിത്രത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത് ഇതുപോലൊരു സ്കൈ ആണെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പക്ഷേ അതായത് ഒരു ഒത്തിരി മേഘങ്ങളൊക്കെ ഉള്ളൊരു സ്കൈ ആണെങ്കിൽ നമുക്ക് ബ്ലെൻഡിഫ് യൂസ് ചെയ്ത് മാറ്റം വരുത്താൻ പാടാണ്. അതിനെക്കാട്ടും ഭേദം സെലക്ട് ചെയ്ത്, അതായത് സ്കൈയുടെ ഏരിയ സെലക്ട് ചെയ്തിട്ട് മാറ്റം വരുത്തുന്നതാണ് നല്ലത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ സ്കൈ മാറ്റം വരുത്തുന്നത് എന്തിനാണ്? മീൻസ് നമ്മുടെ സ്കൈയിൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലാണ് നമ്മൾ സ്കൈ മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുന്നു, എക്സ്പോസ് ചെയ്തത് നിങ്ങളുടെ
ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടാണ്, സ്കൈക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങളുടെ ലാൻഡ്സ്കേപ്പ് കറക്റ്റ്ലി എക്സ്പോസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, പക്ഷേ സ്കൈ നിങ്ങൾക്ക് അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ബ്ലെൻഡിഫ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് നല്ലൊരു ബ്ലൂ സ്കൈ ആണ്, കുറച്ച് മേഘങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുറച്ച് മേഘങ്ങളുള്ള സ്കൈ നമുക്ക് മാറ്റിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സ്കൈ ലേഔട്ട് ഇതാണ്. അപ്പോൾ ഈ സ്കൈ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൽ ഈ ആദ്യത്തെ നമ്മുടെ സീനറി ചിത്രത്തിലേക്ക് കൊണ്ടുവരാം, ലാൻഡ്സ്കേപ്പ് ചിത്രത്തിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ സ്കൈ ലേഔട്ട് നമുക്ക് ചിത്രത്തിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് രണ്ടും സെയിം ഇമേജിൽ വേണം. അതായത് നമ്മുടെ സ്കൈ ലേഔട്ട് നമുക്കൊരു ലെയറായിട്ട് ഈ ഇമേജിൽ വേണം. നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്നത് ബേസിക്കലി Ctrl+A പ്രസ് ചെയ്ത് ചിത്രം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം Ctrl+C പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പർട്ടിക്കുലർ ലെയർ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ലെയറിൻ്റെ വലിപ്പം ചെറുതായിട്ടൊന്ന് കൂട്ടണം. Ctrl+T പ്രസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഈ ലെയർ നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ വലിപ്പത്തിന് സിമിലർ ആക്കുകയാണ്. അത് നമുക്ക് സ്കൈ വേണ്ട ഭാഗത്ത് ഇത് വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡർ കാരണം ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾ യൂസ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് ഇത് വർക്കാകുന്നത്. ഓക്കെ, ഞാൻ ഈ ചിത്രം ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് സ്കൈയുടെ ഏരിയ കവർ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടെ കോപ്പി ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ഒന്നും കൂടെ കോപ്പി ചെയ്തിട്ട് ഈ ചിത്രത്തിന് മുകളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കൈയുടെ ലെയർ മിഡിലാണ്, അതായത് നമ്മുടെ ഏറ്റവും അടിയിൽ നമുക്ക് ഒറിജിനൽ കോപ്പി കിടപ്പുണ്ട്. മീൻസ് നമ്മളിത് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ബാക്കപ്പിന് വേണ്ടി ഇട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് സ്കൈ ആണ്, അതിന് മുകളിൽ നമുക്ക് ഈ ലെയറും ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഈ സ്കൈ വിസിബിൾ ആക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബ്ലെൻഡിഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ പാനലിൽ വന്നിട്ട് ബ്ലൂവിൻ്റെ അളവ് ഈ ചിത്രത്തിൽ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏറ്റവും ടോപ്പ് ലെയർ സെലക്ട് ചെയ്യാം, അതിൻ്റെ ബ്ലെൻഡിഫ് ഓപ്ഷൻസ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രേ എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ബ്ലൂ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബ്ലൂവിൻ്റെ റൈറ്റ് സൈഡിലെ സ്ലൈഡർ ലെഫ്റ്റിലേക്ക് നീക്കിയാൽ ചിത്രത്തിലെ ബ്ലൂ എവിടെയൊക്കെ ഉണ്ടോ അത് കുറയുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്ലൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു കർട്ടൻ പോലെ ഇതിനടിയിലുള്ള ചിത്രം നമുക്ക് വിസിബിളായി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസി ആയിട്ടൊരു സ്ലൈഡർ മാറ്റി ഫോട്ടോഷോപ്പിൽ നമ്മൾ പുതിയൊരു സ്കൈ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ചിത്രം ഒന്ന് സൂമിൻ ചെയ്യാൻ ചെറുതായിട്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെയുള്ള, അതായത് നമ്മുടെ ചിത്രത്തിൽ വേറെ എവിടെയൊക്കെ ബ്ലൂ കളറുണ്ടോ ആ ഭാഗങ്ങളിലെ എല്ലാം ബ്ലൂ കളറ് മാറി അടിയിലുള്ള ലെയർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവഴിയൊക്കെ. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ എഡ്ജസും അത്ര സ്മൂത്ത് അല്ല, അത് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമുക്ക് ഇന്നലെ കാണിച്ച പോലെ ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സ്ലൈഡർ ഒന്ന് ഡിവൈഡ് ചെയ്ത് കുറച്ചും കൂടെ ഒരു ഫെദറിങ് നമുക്ക് ചിത്രത്തിൽ കൊടുക്കാം. ഞാൻ ഇന്നലെ ഫെദറിങ് എന്ന വേർഡിന് പകരം റേഡിയസ് അങ്ങനെ എന്തോ ഒരു വേർഡാണ് യൂസ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫെദറിങ് എഫക്റ്റാണ് നമ്മുടെ ചിത്രത്തിന് നമ്മൾ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഫെദറിങ് വരുത്തി ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് പുതിയൊരു സ്കൈ കിട്ടി. അടിയിലത്തെ സ്കൈ നമ്മൾ ഇവിടെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നത് ഇതിനിടയ്ക്ക് കൂടെ നമുക്ക് ഇതിനടിയിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ നിന്നും ബ്ലൂ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സ്കൈയുടെ ലെയറിന് മുകളിൽ കൊണ്ടുവരാം. അതായത് നമ്മുടെ ടോപ്പ് ലെയറിനും സ്കൈയുടെ ലെയറിനും നമ്മൾ നടുക്കിത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് മീൻസ് സ്കൈയുടെ ലെയർ ഇവിടെ കാണുന്നില്ല, അതിന് പകരം ഈ ലെയറിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലെയർ മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് Ctrl+I പ്രസ് ചെയ്യാം. Ctrl+I പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലെയർ ഫുള്ള് ലെയർ മാസ്ക് കൊണ്ട് നമ്മൾ മറച്ചു. ഇനി ഈ ലെയർ നമുക്ക് എവിടെയാണോ കാണേണ്ടത് ആ ഭാഗങ്ങളിൽ നമുക്ക് ജസ്റ്റ് വൈറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്യാം. ബ്രഷ് എടുത്തിട്ട് വൈറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്ലോ ഇച്ചിരി കുറവായിട്ടാണ് കിടക്കുന്നത്. ഫ്ലോ കൂട്ടുന്നു. ഓക്കെ, നമ്മൾ ലെയർ മാസ്ക് ഇൻവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം
നമ്മൾ ജസ്റ്റ് വൈറ്റ് ആണ് നമ്മുടെ ബ്രഷിൽ വേണ്ടത്. നമുക്ക് ബ്ലാക്ക് വൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുൻപുള്ള ട്യൂട്ടോറിയലുകളിൽ പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മുൻപുള്ള ട്യൂട്ടോറിയൽസ് നോക്കുക, എന്താണ് ഇവിടെ ബ്ലാക്കും വൈറ്റും വരുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. മുൻപിലത്തെ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലെയർ മാസ്ക് കൊണ്ട്, ബ്ലാക്ക് ലെയർ മാസ്ക് കൊണ്ട് നമ്മുടെ ഈ മിഡിൽ ലെയർ മറച്ചു. ഈ മിഡിൽ ലെയറിൽ നമുക്കുള്ളത് ഈ ഫുൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫുള്ളാണ്. നമ്മളപ്പോൾ ഒരു ലെയർ മാസ്ക് കൊടുത്തിട്ട് ആ ലെയർ അങ്ങ് കവർ ചെയ്തു ബ്ലാക്ക് കൊണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ ഈ ലെയർ കാണേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് വൈറ്റും കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലെയർ മാസ്കിൽ വൈറ്റും കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെയർ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, നമ്മുടെ മുകളിലത്തെ ലെയർ നമ്മൾ ബ്ലെൻഡിഫ് കൊണ്ട് സ്കൈ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ സ്കൈക്കും മുകളിലത്തെ ലെയറിന് നടുക്കായിട്ട് ഒരു ലെയർ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഒരു ലെയർ മാസ്ക് കൊണ്ട് കവർ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്തത്, നമുക്ക് ആ മിഡിൽ ലെയർ ഇപ്പോൾ കൊണ്ടുവന്ന ലാൻഡ്സ്കേപ്പ് എവിടെ വേണോ നമുക്ക് ചിത്രത്തിൽ വിസിബിൾ ആകേണ്ടത് ആ ഭാഗങ്ങൾ മാത്രം ലെയർ മാസ്കിൽ വൈറ്റ് ബ്രഷ് കൊണ്ട് വരച്ച് നമ്മൾ വീണ്ടും വിസിബിൾ ആക്കി. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൈ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബിഫോർ, ഇതാണ് നമ്മുടെ ആഫ്റ്റർ. ഇനി ഞാൻ നോർമലി ചെയ്യാറുള്ളത്, സ്കൈ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി കിട്ടാനായിട്ട്, ഇത് നമ്മുടെ ട്യൂട്ടോറിയലിൻ്റെ ഭാഗമല്ല എങ്കിലും ജസ്റ്റ് പറഞ്ഞു പോകുന്നു, ഞാൻ ഒരു ചെറിയ ഗോഷ്യൻ ബ്ലർ നമ്മുടെ സ്കൈയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി കിട്ടാനായിട്ട്, ഒരു മങ്ങി, അതായത് നമ്മുടെ സ്കൈ എന്തായാലും ദൂരത്താണ്, ആ ഒരു ഫീല് കിട്ടാനായിട്ട് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യാറുണ്ട് ചെറിയ തോതിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഗ്രാജുവലായിട്ട് ആ ഒരു ബ്ലർ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫിൽട്ടർ ഓപ്ഷൻസിൽ പോയിട്ട് ബ്ലർ എടുത്തിട്ട് ടിൽറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് നമുക്ക് ഗ്രാജുവൽ ബ്ലർ വരുത്താം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് ബ്ലെൻഡിഫ് യൂസ് ചെയ്ത് സ്കൈ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ടെക്സ്റ്റേഴ്സ് ഉള്ള ഒരു സ്കൈ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ബ്ലെൻഡിഫ് കൊണ്ട് കഴിയില്ല. അതിനെക്കാട്ടും നമുക്ക് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. ടെക്സ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്കൈ ആണ്, ബ്ലാങ്ക് സ്കൈ ആണെങ്കിൽ നമുക്കിതുപോലെ, മീൻസ് ഒരു കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ബ്ലൂ സ്കൈ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കൈ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കൈ റീപ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ ബ്ലെൻഡിഫിൻ്റെ രണ്ടാമത്തെ ട്യൂട്ടോറിയൽ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.